മഴ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് 5 ദിവസം മഴയ്ക്ക് സാധ്യത, ഇടിമിന്നലിനും സാധ്യത. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നു. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വരും മണിക്കൂറിൽ കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏപ്രിൽ അവസാന വാരത്തോടെ വേനൽ മഴ ശക്തമാകുമെന്നും റിപ്പോർട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചൂടിൽ അല്പം ആശ്വാസം ഉണ്ടായേക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. തിങ്കളാഴ്ച എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കത്തിക്കാളുന്ന കൊടും ചൂടിന് അല്പം ആശ്വാസമായി വേനൽ മഴ ചിലയിടങ്ങളിലെങ്കിലും പെയ്തിറങ്ങി. കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് മഴ പെയ്തത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 1 മണിക്കൂറിലധികം സമയം ശക്തമായ വേനൽ മഴ കിട്ടി. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശി. ആലുവയിൽ ഉൾപ്പെടെ ജില്ലയിൽ പലയിടത്തും കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി. കാറ്റിൽ മരങ്ങൾ വീണതിനെ തുടർന്ന് ചില പ്രദേശങ്ങളിൽ ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. ആലുവ കരുമാലൂരിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ആർക്കും പരിക്കില്ല. പെയ്ത വേനൽ മഴ കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ചൂടിന് വലിയ ശമനമാണ് നൽകിയത്. വയനാട്ടിലും ഇടുക്കിയിലും ശക്തമായ വേനൽ മഴ പെയ്തു. ഇവിടെയും മരങ്ങൾ കടപുഴകുകയും ഗതാഗത തടസ്സമുണ്ടാവുകയും ചെയ്തു. ചില പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. മീനങ്ങാടിയിൽ ശക്തമായ കാറ്റും ആലിപ്പഴ വർഷവും ഉണ്ടായി. പാപ്പളശ്ശേരി, അഴീക്കോട് നഗർ, കവളമറ്റം ഭാഗങ്ങളിൽ പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മൂന്നാനക്കുഴി റോഡിന് കുറുകെ മരം വീണു. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് മഴ ആരംഭിച്ചത്. ഏതായാലും നിലവിൽ രാപ്പകൽ കൊടും ചൂടാണ്. ഉഷ്ണതരംഗത്തിന് സമാനം. വേനൽ മഴ കുറഞ്ഞു. ഏതായാലും ആശങ്ക മാറുമോ? ശരീരത്തെ പൊള്ളിക്കും വിധം പകൽ തീവയിൽ, തണുപ്പ് ലെവലേശം അനുഭവപ്പെടാത്ത രാത്രി താപനില, പുലർച്ചെ പോലും വിയർത്തൊലിക്കുന്ന സ്ഥിതി, AC-ക്കും ഫാനിനും തണുപ്പിക്കാനാവാത്ത കടുത്ത ചൂട്. ലോകത്തെ മികച്ച കാലാവസ്ഥയുള്ള ഭൂപ്രദേശമെന്ന പെരുമ നഷ്ടപ്പെടുന്ന വിധം അസാധാരണ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പിടിയിലാണ് കേരളം. പകലും രാത്രിയും വീശിയിരുന്ന കാറ്റിൽ വന്ന കുറവും വേനൽ മഴ ശക്തമല്ലാത്തതുമാണ് കാരണം. ഉഷ്ണതരംഗം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിന് സമാനമാണ് പകൽ ചൂട്. പകൽ വെയിലേറ്റ് തിളയ്ക്കുന്ന കെട്ടിടങ്ങൾ രാത്രിയിലും തണുക്കാത്തത് കാരണം വീടുകളിൽ ഇരിക്കാനാവുന്നില്ല. പാലക്കാടാണ് ഏറ്റവും അധികം ചൂട്. ഈ മാസം 3 ദിവസങ്ങളിൽ 40 ഡിഗ്രിയിലെത്തി. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഫാനും AC-യും പ്രവർത്തിക്കുന്നതോടെ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയർന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ പ്രതിദിനം 8 ദശലക്ഷം യൂണിറ്റ് കൂടുതലാണ് ഉപഭോഗം. ഇതുമൂലം ചിലയിടങ്ങളിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങും വേണ്ടിവരുന്നു. മാർച്ച് 1 മുതൽ ഏപ്രിൽ 19 വരെ 95 മില്ലിമീറ്ററിലധികം വേനൽ മഴയാണ് ലഭിക്കേണ്ടത്. കിട്ടിയത് 59 മില്ലിമീറ്റർ, 38% കുറവ്. ഏറ്റവും കുറവ് പാലക്കാട് 63%. അധിക മഴ ലഭിച്ചത് കോഴിക്കോട് മാത്രം 22%. അതിനിടെയാണ് ചില ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചത് നേരിയ ആശ്വാസമാകുന്നത്. കടൽക്കാറ്റിൽ കുറവ്. ഹീറ്റ് ഡോം. പകൽ ചൂടുപിടിക്കുന്ന കര രാത്രിയിലും തണുക്കാത്തതും കടൽക്കാറ്റ് കരയിലേക്ക് വീശുന്നത് കുറഞ്ഞതുമാണ് രാത്രിയിലെ ഉയർന്ന ചൂടിന് കാരണം. വടക്കൻ കർണാടകത്തിന് മഹാരാഷ്ട്രയ്ക്ക് മുകളിൽ പ്രതിചക്രവാതം ആന്റി സൈക്ലോൺ നിലനിൽക്കുന്നതും കേരളത്തിൽ ചൂട് കൂട്ടുന്നു. ചൂട് മനുഷ്യ ശരീരത്തിൽ അസഹ്യമായ തോതിൽ അനുഭവപ്പെടുന്നത് ഹീറ്റ് ഡോം പ്രതിഭാസം കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. അന്തരീക്ഷത്തിലെ ഉയർന്ന മർദ്ദമുള്ള ഒരു പ്രദേശം കുട പോലെ ചൂടുള്ള വായുവിനെ പ്രത്യേക സ്ഥലത്ത് തളച്ചിടുന്നതാണിത്. അന്തരീക്ഷ താപനില 38 ഡിഗ്രിയാണെങ്കിലും ഇത് കാരണം 40 ഡിഗ്രി എന്ന തരത്തിലാകും ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുക. ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ സർക്കാർ ആശുപത്രികളിൽ ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ ആരംഭിച്ചു. സൂര്യാഘാതം, സൂര്യാതാപം എന്നിവ ബാധിക്കുന്നവർക്ക് ചികിത്സ, നിർജ്ജലീകരണം തടയാനുള്ള ക്രമീകരണം അടക്കം ക്ലിനിക്കുകളിലുണ്ട്. ഇതിനായി കൂളിംഗ് ഉപകരണങ്ങൾ, മരുന്നുകൾ, ORS, ഐസ് പാക്കുകൾ എന്നിവ സജ്ജമാക്കി. തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കരുത്. കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കരുത്. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും കയ്യിൽ കരുതണം. മദ്യം, കാപ്പി, ചായ, കാർബണേറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ പകൽ ഒഴിവാക്കണം. പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കണം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. സംഭാരം ഉപയോഗിക്കാം. അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഉടൻ വിശ്രമിക്കുക. വൈദ്യസഹായം തേടുക. അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന നേരിയ മഴ താപനിലയിൽ ചെറിയ കുറവ് വരുത്താൻ ഇടയുണ്ട്. എന്നാൽ ചൂടേറിയ കാലാവസ്ഥയിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കാനാവില്ല.